നമസ്കാരം. കേരള ന്യൂസ് 60 വാർത്തകൾക്ക് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വാർത്തകളൊക്കെ ലൈവായിട്ട് കിട്ടുന്നതായിരിക്കും. വാർത്ത ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ കമന്റ് ചെയ്യാനും മറന്നു പോകരുത്. വാർത്തയിലേക്ക് നോക്കൂ. PC ജോർജ് നിരന്തരമായിട്ട് വർഗീയ പരാമർശം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ തല്ലണ്ടപ്പ ഞാൻ നന്നാവില്ല എന്ന് നമ്മുടെ PC ജോർജ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. മൂപ്പര് വലിയ പിടിവാശിയിലാണ്. എന്ത് പിടിവാശിയിലാണ്? നന്നാവില്ല എന്ന പിടിവാശിയിൽ തന്നെയാണ്. ഇന്നലെ ഇടുക്കിയിൽ നടന്നൊരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് വലിയൊരു വർഗീയ പരാമർശം വീണ്ടും PC ജോർജ് നടത്തിയിരിക്കുകയാണ്. എന്തായാലും PC ജോർജിന്റെ ആ വർഗീയ പരാമർശം നമുക്ക് കേട്ട ശേഷം ചിലതൊക്കെ ഈ വർഗീയ വിത്തിനെ പറ്റി പറയാനുണ്ട്. ഈ കേരളത്തിലെ പോക്ക്, ഈ തീവ്രവാദം ഒക്കെ അത്ര ഗുണകരമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഷെമീറിനെ പോലെ മാന്യന്മാർ ഒത്തിരിയുണ്ട്. പക്ഷേ വളരെ മോശമായി വർഗീയത മാത്രമായി ഇവിടുത്തെ ക്രൈസ്തവ വിഭാഗങ്ങളിൽ എന്നല്ല, മുസ്ലിം അല്ലാത്തവർക്ക് ജീവിക്കാൻ അവകാശമില്ലെന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയെ വളർത്തിക്കൊണ്ടുവരുന്നത് ശരിയാണോ എന്ന് മുസ്ലിം സമൂഹം ചർച്ച ചെയ്യണം എന്ന് അഭിപ്രായം പറയാൻ ഞാൻ മടിക്കുന്നില്ല. കാരണം അത് പറയാതിരുന്ന കുഴപ്പമാണ്. ഭാരതത്തോട് സ്നേഹമില്ലാത്ത ഒരുവരും ഭാരതത്തിന്റെ മണ്ണിൽ ജീവിക്കുന്നത് ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം. അത് പറയുമ്പോ എന്നെ പേടിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല. ഇന്ത്യയും പാകിസ്ഥാനിലൂടെ ക്രിക്കറ്റ് കളിക്കുക. എനിക്കൊരു മണിയിൽ ഞാനിങ്ങനെ എന്റെ ദൈവം ഇന്ത്യയുടെ വിക്കറ്റ് പോകരുത് ഞാൻ നോക്കി. നമ്മുടെ വിക്കറ്റ് പോകുമ്പോൾ ഒരു പ്രശ്നമില്ല. പാകിസ്ഥാന്റെ വിക്കറ്റ് പോകുമ്പോൾ സഹിക്കുന്നില്ല. ഇന്ത്യയുടെ വിക്കറ്റ് പോകുമ്പോൾ അവർ ദുഃഖിക്കേണ്ടത്. അതിനുപകരം പാകിസ്ഥാന്റെ വിക്കറ്റ് പോകുമ്പോൾ സന്തോഷിക്കുന്ന ആ മാനസിക നിലയുള്ള മറ്റൊരുത്തരും ഈ ഭാരതത്തിൽ ജീവിക്കാൻ അവകാശമില്ലാത്തവനാണെന്നാണ് എന്റെ അഭിപ്രായം. വേണമെങ്കിൽ പിണറായി വിജയൻ നാളെ ഒരു കേസ് എടുക്കാം. ഇപ്പൊ 10-12 ഉണ്ട്. ഞാൻ വളരെ പച്ചയ്ക്ക് പറയുകയാണ്. എന്റെ അഭിപ്രായം ഇതാണ്. കേസെടുത്തു, ഞാൻ കോടതി പോയി തീർത്തോളാം. മുസ്ലിങ്ങൾ അല്ലാത്തവർക്ക് ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് മാറുകയാണ് നാട് എന്ന രീതിയിലൊക്കെയാണ് PC ജോർജ് പെരുനുണ ഇങ്ങനെ പടച്ചു വിട്ടുകൊണ്ട് വർഗീയ വിദ്വേഷം തുപ്പിക്കൊണ്ടിരിക്കുന്നത്. അത് കേട്ട് കൈയടിക്കുന്ന ആ വിഷവിത്തുകളെ സമ്മതിച്ച് കൊടുക്കാതെ വയ്യ. എന്തായാലും PC ജോർജിനെതിരെ ഇപ്പോ നിരവധി പരാതികൾ ഈ ഒരു വിദ്വേഷ പ്രചാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, വർഗീയ പരാമർശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ആളുകൾ കൊടുത്തിട്ടുണ്ട്. എന്തായാലും PC ജോർജിന് ഉടൻ തന്നെ പോലീസ് വീണ്ടും അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ഇതിപ്പോ ആദ്യത്തെ തവണയൊന്നും അല്ലല്ലോ. നോക്ക്, പുള്ളി തന്നെ പറയുന്നു 12ഓളം ഇത്തരത്തിലുള്ള കേസുകൾ ഉണ്ട് എന്ന് പറയുന്നു. അപ്പോ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഈ വർഗീയ വിഷവിത്ത് നന്നാവില്ല എന്ന് തന്നെയാണ് ഇയാൾ മൈക്കിന് മുമ്പിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു രാജഗോപാലയ്ക്ക് വിഷം കടം കൊടുക്കുന്നത് ഈ PC ജോർജ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. മാത്രമല്ല, ശശികലയൊക്കെ പിന്നിലാക്കി എന്തായാലും PC ജോർജ് മുന്നേറുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറയാതെ വയ്യ. എനിക്ക് തോന്നുന്നു BJP-യിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇവന്മാരൊക്കെ ഇങ്ങനെയായി മാറുന്നതാണോ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവർ മാത്രം അതിലേക്ക് പോകുന്നതാണോ എന്നൊക്കെ പലപ്പോഴും ഇവരുടെയൊക്കെ പ്രതികരണം കേട്ടിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ ഇത്രയധികം വർഗീയ പരാമർശം നടത്തുന്ന, ഇമാതിരി വർഗീയത തുപ്പുന്ന വേറെ രാഷ്ട്രീയ നേതാക്കളെ ഒരു പാർട്ടിയിൽ നമുക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. ഇത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങൾ നടത്തുമ്പോഴും ആ പാർട്ടി ഇവരൊക്കെ ചേർത്ത് നിർത്തുന്നത് കാണുമ്പോൾ നാണമില്ലേ എന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരെ തെറ്റു പറയാനും പറ്റില്ല എന്നത് ഒരു പ്രധാനപ്പെട്ട വശം തന്നെയാണ്. ഇത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങൾ നടത്തുമ്പോഴും ഷോൺ ജോർജിനെ പോലുള്ളവരൊക്കെ പല വേദികളിലും PC ജോർജിനെ ന്യായീകരിച്ച് സംസാരിക്കുന്നത് കാണുമ്പോൾ എന്തായാലും PC ജോർജിന് ശേഷം എന്തായാലും PC-യെ പോലെ മറ്റൊരു PC ഉണ്ടാകും എന്ന ഒരു സൂചന തന്നെ ഇവരുടെയൊക്കെ വാക്കുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. തിരുവനന്തപുരത്ത് അനന്തപുരി മഹാസഭയിൽ PC ജോർജ് പങ്കെടുത്തുകൊണ്ട് നടത്തിയ ഒരു വർഗീയ വിദ്വേഷ പ്രസംഗം എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. അതായത് കച്ചവടം ചെയ്യുന്ന മുസ്ലിമുകൾ, അതായത് വന്ധ്യത വരുത്താനുള്ള പാനീയം ചേർക്കുന്നുണ്ടെന്നും ഇത് മുസ്ലിമുകളുടെ ജനസംഖ്യ വർദ്ധിപ്പിച്ച് ഈ രാജ്യം അവരുടേതാക്കി മാറ്റാൻ വേണ്ടിയാണെന്നും ഒക്കെയുള്ള ഒരു പ്രതികരണം രേഖപ്പെടുത്തിയത് നമ്മൾ കണ്ടതാണ്. അന്ന് അതുമായി ബന്ധപ്പെട്ട് പിണറായി വിജയന്റെ പോലീസ് മൂപ്പരെ വീട്ടിൽ നിന്ന് പൊക്കിയെടുത്ത് അറസ്റ്റ് ചെയ്യുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. എന്തുകൊണ്ടാണ് പിണറായി വിജയന്റെ സമയത്ത് മാത്രം ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെയൊക്കെ കേസെടുക്കുന്നതും അവരെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നതും എന്നതിനൊക്കെ പറ്റി വളരെ വിശദമായി പറയുന്നതിന് മുമ്പ് എന്തായാലും PC ജോർജിന്റെ വർഗീയ പരാമർശങ്ങൾ ഒന്ന് ഡീറ്റെയിൽ ആയി തന്നെ നമുക്കൊന്ന് നോക്കാം. അതായത് അതിനുശേഷം PC ജോർജ് പുറത്തിറങ്ങുന്നുണ്ട്. ഇത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങൾ നടത്തി നാട്ടിൽ മതനിരപേക്ഷതയ്ക്ക് വിള്ളല് സംഭവിക്കുന്ന രീതിയിലൊന്നും അഴിഞ്ഞാടരുത് എന്ന താക്കീത് എന്തായാലും PC ജോർജിന് കൊടുക്കുന്നുണ്ട്. കോടതി ഉപാധികളോടെയാണ് ജാമ്യം കൊടുക്കുന്നത്. അതിനുശേഷവും നന്നാവില്ല എന്ന് പറഞ്ഞ് തന്നെ വെണ്ണലയിൽ നടന്ന ഒരു പരിപാടിയിൽ PC ജോർജ് വർഗീയ പരാമർശം നടത്തുന്നുണ്ട്. അങ്ങനെ
നിരവധി വർഗീയ പരാമർശങ്ങളൊക്കെ നടത്തി നമ്മൾ കണ്ടു. അവിടെ തന്നെ നമ്മുടെ പൂഞ്ഞാറിൽ തന്നെ പങ്കെടുത്ത ഒരു പരിപാടിയിൽ PC ജോർജ് പറഞ്ഞത്, അതായത് ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒന്നുണ്ട്. മീനച്ചൽ താലൂക്കിൽ നിന്ന് തന്നെ ഏകദേശം 400ഓളം പേരെ നമുക്ക് നഷ്ടമായിട്ടുണ്ട്. 41 പേരെ മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് 24 വയസ്സിന് മുമ്പ് തന്നെ ക്രിസ്ത്യൻ പെൺകുട്ടികളെയൊക്കെ കല്യാണം കഴിപ്പിച്ചു വിടണം എന്നൊരു പരാമർശം നടത്തിയത് എല്ലാവരും കേട്ട് കാണും. മാത്രമല്ല ഹിന്ദുക്കളും ക്രിസ്ത്യൻ പെൺകുട്ടികളും ഒന്നും ഇപ്പൊ പ്രസവിക്കാൻ വേണ്ടി വലിയ താല്പര്യപ്പെടുന്നില്ല. മുസ്ലിം പെൺകുട്ടികളൊക്കെ 8ഉം 10ഉം ഒക്കെ പ്രസവിച്ച ശേഷം ഇനിയും എത്ര എന്ന് ചോദിച്ച് നിൽക്കുകയാണെന്ന രീതിയിലുള്ള ഒരു പരാമർശം കൂടി ഈ പറയുന്ന വർഗീയ വിഷം തുപ്പിയിരുന്നു. അതുപോലെ തന്നെ പിന്നീട് നടത്തിയ ഒരു കാര്യം, ഇപ്പോൾ നമ്മുടെ കേരളത്തിലും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തുമൊക്കെ ജീവിച്ചിരിക്കുന്ന മുസ്ലിമുകളൊക്കെ വർഗീയവാദികളാണ്. വർഗീയവാദികളല്ലാത്ത ഒറ്റ മുസ്ലിമുകളും രാജ്യത്ത് ജീവിച്ചിരിക്കുന്നില്ല. അവരോട് പാകിസ്ഥാനിലേക്ക് പോകാൻ പറ എന്ന രീതിയിലുള്ള വർഗീയ പരാമർശമൊക്കെ നടത്തി നമ്മൾ കണ്ടു. പക്ഷേ ആ വർഗീയ പരാമർശവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വീണ്ടും ഈ പറയുന്ന പിണറായി വിജയന്റെ പോലീസ് മൂപ്പരെ വീട്ടിൽ നിന്ന് പൊക്കിയെടുക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അവസാനം PC ജോർജിന്റെ മോങ്ങലും ഷോൺ ജോർജിന്റെ മോങ്ങലും ഒക്കെ നമ്മൾ കണ്ടതാണ്. പിന്നെയും ഇങ്ങനെ ഇത്തരത്തിലുള്ള പല രീതിയിലുള്ള വർഗീയ പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരെ ഇങ്ങനെ നിരന്തരം വർഗീയ വിഷം ചീറ്റിക്കൊണ്ട് ഒരു വല്ലാത്ത ഒരു മാലിന്യമായി PC ജോർജ് ഇങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും PC ജോർജിനെതിരെ ഈരാറ്റുപേട്ട പോലീസ് കേസെടുത്ത് മൂപ്പരെ പൊക്കി അകത്തിടാനുള്ള സാധ്യത ഒന്നും തള്ളിക്കളയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഇത്തരത്തിൽ വർഗീയ പരാമർശം നടത്തുന്ന ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നതെന്ന് ചോദിച്ചാൽ, വർഗീയതയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ 10 വർഷവും നമ്മുടെ കേരളത്തിൽ ഒരു വർഗീയ കലാപം പോലും നടക്കാതിരുന്നത്. വർഗീയ വിഷം തുപ്പിയും മതനിരപേക്ഷത തകർക്കാൻ വേണ്ടി പല ശ്രമം നടത്തിയും ഒക്കെ സംഘപരിവാരങ്ങൾ അതുപോലെ തന്നെ പല രീതിയിലുള്ള വർഗീയ ശക്തികളൊക്കെ ഇവിടെ അഴിഞ്ഞാടുന്നുണ്ടെങ്കിലും അവരുടെയൊക്കെ പേടി സ്വപ്നത്തിന്റെ പേരാണ് പിണറായി വിജയൻ എന്നുള്ളത്. ആ ഒരു പേടി സ്വപ്നമാണ് പിണറായി വിജയൻ എന്ന് നമ്മുടെ PC ജോർജിന്റെ ഒക്കെ പ്രതികരണത്തിൽ നിന്ന് തന്നെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വർഗീയതക്കെതിരെ അതിശക്തമായി പോരാടുമ്പോഴും ഈ വർഗീയത ഈ പറയുന്ന ആർക്കൊപ്പമാണ് ചേരുന്നതെന്ന് ചോദിച്ചാൽ UDF-നൊപ്പമെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ജമാഅത്ത് ഇസ്ലാമിയും സംഘപരിവാരങ്ങളും BJP-യും ഒക്കെ നിലമ്പൂരിൽ ആര്യടൻ ഷൗക്കത്തിനൊപ്പം നിന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ആര്യടൻ ഷൗക്കത്ത് ജയിക്കണം എന്നത് മാത്രമല്ല അവരുടെ ഉദ്ദേശം. അതായത് UDF ഭരണത്തിൽ വരണമെന്ന് കൂടി അവർ ഉദ്ദേശിക്കുന്നു, അവർ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ UDF അധികാരത്തിൽ വന്നാൽ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുന്ന ആളുകൾക്കെതിരെ ഒരിക്കലും ഒരു ഘട്ടത്തിലും UDF സർക്കാർ നടപടി സ്വീകരിക്കില്ല എന്ന് അവർക്ക് ഉറപ്പാണ്. അല്ലെങ്കിൽ DGP ആയി സെൻകുമാറിനെ പോലൊരു സംഘപരിവാറുകാരനെയൊക്കെ UDF-ന്റെ ഭരണകാലത്ത് നിയമിക്കുമായിരുന്നോ എന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടൊക്കെ തന്നെ വർഗീയ ശക്തികൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് UDF അധികാരത്തിൽ വരാൻ വേണ്ടി തന്നെയാണ്. അധികാരത്തിന് വേണ്ടി ഏത് വർഗീയ ശക്തികൾക്കൊപ്പം കൂട്ടുപിടിക്കുന്ന ഒരു മുന്നണിയാണ് UDF എന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് അവർ ഇവർക്കൊപ്പം ചേരുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമായി തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. PC ജോർജിനെ പോലുള്ള വർഗീയ വിഷവിത്തുക്കൾ നമ്മുടെ നാട്ടിലെ മതനിരപേക്ഷതയും മതസൗഹാർദ്ദ അന്തരീക്ഷവും ഒക്കെ തകർത്ത് ഹിന്ദുവിനെയും മുസൽമാനെയും ക്രിസ്ത്യാനിയും ഒക്കെ തമ്മിൽ തല്ലിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോഴും അതിനെതിരെയൊക്കെ ശക്തമായി പോരാടുന്ന ഒരു സർക്കാരാണ് നമ്മുടെ കേരളം ഭരിക്കുന്നതെന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും എന്നുള്ളത് ഒരു വലിയ പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. എന്തായാലും PC ജോർജിനെതിരെ അതിശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. നോക്കൂ, ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് യൂത്ത് കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ യൂത്ത് ലീഗുകാരോ ആരും ഇത്തരം വർഗീയവാദികൾക്കെതിരെ കേസ് കൊടുത്താലും ആ കേസിലൊക്കെ തീർപ്പുണ്ടാകുന്നു എന്ന കാര്യം കൂടി ഞാനൊന്ന് എടുത്തു പറയുകയാണ്. ആ മാതൃക പലരും എന്തായാലും മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ്. എന്തായാലും PC ജോർജിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് അകത്തിടുന്ന ആ നല്ല നിമിഷത്തിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എന്തായാലും കേസ് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല മൂപ്പരെ സംബന്ധിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട് മാത്രമല്ലോ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. നോക്കൂ, പീഡന കേസുമായി ബന്ധപ്പെട്ട് സോളാർ കേസിലെ പരാതിക്കാരി കൊടുത്ത പീഡന കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് ഈ പറയുന്ന PC ജോർജ്. അങ്ങനെ നിരവധി പല രീതിയിലുള്ള കേസുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്. കോടതി പോലും പറഞ്ഞിട്ടുള്ളത്, PC ജോർജിനോട് പറഞ്ഞിട്ടുള്ളത്, ഒരു രാഷ്ട്രീയക്കാരനായിട്ട് ഇരിക്കാനുള്ള യോഗ്യത പോലും തനിക്കില്ല, താങ്കൾക്കില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഞാൻ കൂടുതലൊന്നും ഈ പറയുന്ന PC ജോർജിന് വേണ്ടി അല്ലെങ്കിൽ PC ജോർജിന്റെ ഈ ഒരു വർഗീയ പരാമർശം നടത്തിയതിന് വേണ്ടിയൊക്കെ പറഞ്ഞ് സമയം കളയുന്നില്ല. എന്തായാലും PC ജോർജ് എന്ന് പറയുന്ന ഈ മാലിന്യത്തെ നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ നീക്കി നിർത്തേണ്ടത് നല്ലതാണ്. ഇങ്ങനെയൊക്കെ നീക്കി നിർത്തിയാലും അതിനെയൊക്കെ എടുക്കാൻ വേണ്ടി ഇവിടെ വലിയ ചില രാഷ്ട്രീയ മാലിന്യങ്ങൾ ഉള്ളിടത്തോളം കാലം ഇവരെയൊക്കെ ആഘോഷമാക്കി നടക്കുന്ന ഒരു വിഭാഗം ആളുകൾ കൂടി നമ്മുടെ ഇടയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഗാന്ധിയെ കൊന്നതിൽ 2 പക്ഷമുള്ള നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള PC ജോർജുകളൊക്കെ ഉണ്ടാകുന്നത് തന്നെ സ്വാഭാവികമാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.